ബി.ജെ.പിയുമായി ഡീൽ. എത്രയിടത്താണ് CPM-ഉം ബി.ജെ.പിയുമായി ഡീൽ? നാണം കെട്ടവരെ, കോൺഗ്രസ്, UDF, നാഴികയ്ക്ക് 40 വട്ടം ഈ കേരള രാഷ്ട്രീയ മനസാക്ഷിയെ പറ്റിച്ചവരെ ഇന്ന് ജനം കണ്ടറിഞ്ഞു. ഈ നാട്ടിൽ എന്താണ് CPM-ഉം ബി.ജെ.പിയും തമ്മിലുള്ള ഡീലെന്ന്. കൃത്യമായി ED പരിശോധനക്കായി വരുമ്പോ അരയും തലയും മുറുക്കി സഖാക്കൾ, കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങിയ ഇന്നത്തെ പകലിൽ ഒരു കാഴ്ച കൂടി കണ്ടു. സാക്ഷാൽ പിണറായി വിജയൻ വീടിന് മുമ്പിലേക്ക് വന്നും കൈമുഷ്ടി ചുരുട്ടി മുകളിലേക്ക് പിടിക്കുമ്പോ ഈ പാർട്ടിയുടെ വിപ്ലവ വീര്യം തോൽവി കൊണ്ടോ എന്തെല്ലാം സർക്കസ് കാണിച്ചത് കൊണ്ടോ ഇവിടെ നിന്നും മാറ്റി നിർത്താൻ, ഒഴിവാക്കി കളയാൻ കഴിയില്ല എന്നുള്ള രാഷ്ട്രീയ സത്യം കൂടിയാണ് കേരളം ഇന്ന് തിരിച്ചറിയുന്നത്. പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തി പിണറായിയാണ് തോൽവിക്ക് കാരണമെന്ന ഒരു വലിയ ആംഗിൾ ഉണ്ടാക്കി പിണറായിയെ നാടുകടത്തൽ വിധിച്ച കോൺഗ്രസും UDF-ഉമാണ് ഇന്ന് ഏറ്റവും വലിയ സത്യം തിരിച്ചറിയുന്നത് എന്നുള്ളത്. തോൽവി പഠിക്കും, തോൽവി പരിശോധിക്കും എന്ന് തുറന്നു പറയാൻ സഖാക്കൾക്ക് അവകാശം കൊടുത്ത ഈ പാർട്ടി പിണറായിയെ ശക്തമായി വലിയ രീതിയിൽ വിമർശനങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോഴും ഈ പാർട്ടിയുടെ ആൾക്കരുത്ത് നിങ്ങൾ കണ്ടറിഞ്ഞു. ED-യുടെ വാഹനം പുറത്തേക്ക് ഇറക്കാൻ ഓരോ മണൽത്തരിയെയും സ്പർശിച്ച് പുറത്തോട്ട് പോകാൻ എടുത്ത സമയം നിങ്ങൾ കണ്ടു. ഇതൊരു തുടക്കമായേ ഞങ്ങൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിണറായിയും കടകംപള്ളിയും MP ഗോവിന്ദൻ മാസ്റ്ററും ഒരുപാട് നേതാക്കളും ഇന്ന് പിണറായിയുടെ വീടിന് മുമ്പിൽ മാധ്യമപ്രവർത്തകരെ, ജനങ്ങളെ, പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ്. 100% ഉറപ്പിച്ചു പറയാം, ഇവിടെ 1/2 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന് പറഞ്ഞ കൃത്യമായി പ്രവചിച്ച പ്രവചന സിംഹമുണ്ടല്ലോ VD സതീശൻ. ഇവിടെ BJP CPM ഡീൽ ആരോപിച്ച VD സതീശൻ ഉണ്ടല്ലോ, എല്ലാത്തിനും ജനങ്ങൾ ഇന്ന് മൂക്കത്ത് കൈവിരൽ വെച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആർക്കായിരുന്നു ഇവിടെ ഡീൽ? ആരുമായായിരുന്നു ഡീൽ? എങ്ങനെയാണ് പ്രവചനം VD സതീശൻ ഇത്ര കൃത്യമായി നടപ്പിലാക്കിയെടുത്തത്? ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ രാഷ്ട്രീയ പകലിൽ ചർച്ചയ്ക്ക് വരുമ്പോ പിണറായി എന്നുള്ള നേതാവിന്റെ വലിയ തിരിച്ചുവരവ് കൂടിയാകുന്നു ഇന്നത്തെ സംഭവം എന്നുള്ളതാണ്. ഒരൊറ്റ വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി വരുന്നു. പാർട്ടി 35-ൽ ഒതുങ്ങിപ്പോയി, നിയമസഭയിലെ ഒരു കോർണറായി അരികവൽക്കരിക്കപ്പെടുമെന്ന് പറഞ്ഞു പരത്തിയവർക്കും ഇന്നത്തെ രാഷ്ട്രീയ പകൽ മറുപടി നൽകിയതാണ്. 35 അല്ല, 35,000 അല്ല, വേണ്ടി വന്നാൽ ഈ കേരളം മുഴുവൻ പാർട്ടി സഖാക്കളായി മാറുമെന്നുള്ള ആ ഒരു സ്വാഭാവിക ഓർഗാനിക് ക്രിയേഷൻ ഉണ്ടല്ലോ ഒരു വിഷയം വരുമ്പോൾ ഉണ്ടാകുന്നത്. അതും ഇന്ന് കേരളം കണ്ടു എന്നുള്ളതാണ്. കണ്ണൂരും കോഴിക്കോട്ടും ഒക്കെ ആ പ്രവർത്തനങ്ങളുടെ വലിയ ഏകീകരണം കണ്ടപ്പോ തിരുവനന്തപുരത്ത് അത് ശക്തമായി. ഇനി വരാൻ പോകുന്ന ചർച്ചകൾ എന്താ? ED ഉദ്യോഗസ്ഥരെ കൈകേറ്റം ചെയ്തു, ED ഉദ്യോഗസ്ഥരുടെ കാറുകൾ ആക്രമിച്ചു എന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു. 3ഇടത്തും ഇന്ന് പിണറായിക്കെതിരെ നടത്തിയ റെയ്ഡിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് മഞ്ഞമഷിയിൽ വരച്ചത് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ ഉയർത്തി കാട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നും കിട്ടിയില്ല. നിസ്സഹായരായി കൈമലർത്തി വെറും കൈയോടെ മടങ്ങേണ്ടി വന്ന ED ഉദ്യോഗസ്ഥർ നടത്തിയത് മുഴുവനും ഒരു നാടകമാണെന്ന് പറയുമ്പോൾ ഇന്ന് വരെ നാടകം കളിച്ചിട്ടില്ലാത്ത, ഈ നാട്ടിൽ കൃത്യമായി രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോയിട്ടുള്ള CPM-ന് ആ വികാരത്തെ അടക്കി വെച്ച് നിർത്താനാവില്ല. അതാണ് ഇന്ന് ED-യുടെ കാറിൽ ഒരു ജനരോഷമായി വന്നത് എന്നുള്ളതാണ്. എത്ര പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് പോലും തടഞ്ഞു നിർത്താനാവാത്ത വിധം പ്രവർത്തകർ ഒരാക്രോശമോ ഒരു വലിയ ആഹ്വാനമോ ഒന്നുമില്ലാതെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു തുടക്കമാണ് എന്നുള്ളതിനും ഒരു സംശയവുമില്ല.